കേസിൽ സിപിഎമ്മിന് പങ്കില്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചു. പാർട്ടി ശരിയല്ലാത്ത കാര്യങ്ങളിൽ അന്നേ നടപടി സ്വീകരിച്ചതാണ്. ബോധപൂർവം കേസിൽ ഉൾപ്പെടുത്തിയവർ വരെയുണ്ടെന്നും എം വി ഗോവിന്ദൻ പറയുന്നു. വലിയ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വിധി ഇപ്പോഴും വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വിധിയെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, CBI ഈ കേസ് ഏറ്റെടുക്കുകയും അവർ ആദ്യം മുതൽ ശ്രമിക്കുകയും ചെയ്തത് CPIയും ഗൂഢാലോചന നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഇരട്ട കൊലപാതകം നടന്നു എന്നാണ്. ഞങ്ങളത് അന്നേ നിഷേധിച്ചതാണ്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തുന്നതെന്നും അവിടെയുണ്ടായ ഏറ്റവും പ്രയാസകരമായ അന്തരീക്ഷം, 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രശ്നം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉണ്ടായ ഒരു സംഭവമല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ്. ഇന്നും അത് തന്നെയാണ് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറയാനുള്ളത്. കാരണം CBIയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ഗൂഢാലോചന നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നല്ല, അത് അസന്നിഗ്ധമായിട്ടല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു. 5 കൊല്ലം ശിക്ഷിച്ച കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരുടെ ചാർജ് പോലീസിന്റെ അന്വേഷണത്തിന് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. എം രാഗേഷുടെ വിശദാംശങ്ങളുമായി. രാഗേഷ്, ഉദുമ മുൻ MLA ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിച്ചതിന് ശേഷവും എന്താണ് എം വി ഗോവിന്ദന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളത്? വിനിത, CPMന്റെ നിലപാട് അതേപോലെ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. CBI തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിനകത്ത് ഗൂഢാലോചന നടത്തി എന്നുള്ള നിലപാടിലാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഈ കേസിനകത്ത് യാതൊരു തരത്തിലുള്ള ഗൂഢാലോചനയും CPM നടത്തിയിട്ടില്ല, അത്തരത്തിലുള്ള യാതൊന്നും തെളിയിക്കാനുമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ കുറേ പ്രതികളെ വെറുതെ വിട്ടിട്ടുള്ളത് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുൻ MLA കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം പോലീസ് അന്വേഷണം തടസ്സപ്പെടുത്തി എന്നുള്ള തരത്തിലാണ് ചാർജ് ഉള്ളത്. അല്ലാതെ ഗൂഢാലോചന എന്നുള്ള വാദത്തെയാണ് CPM ഇതിലൂടെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഗൂഢാലോചന കുറ്റം ചുമത്തി മനഃപൂർവ്വം പ്രതി ചേർത്തവർ വരെ പട്ടികയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായി മേൽക്കോടതിയെ സമീപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഇടത് കൺവീനർ TP രാമകൃഷ്ണൻ MLAയും അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട് ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് യാതൊരു തരത്തിലുള്ള ഗൂഢാലോചനയും നടന്നിട്ടില്ല. പോലീസ് കണ്ടെത്തിയതിൽ കൂടുതലൊന്നും തന്നെ ഈ വിഷയത്തിനകത്ത് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതുമാണ് നിലപാട് ആവർത്തിക്കുകയാണ്. പുതുതായി ഒന്നും പറയുന്നില്ല. CPM പങ്കില്ല എന്നത് തന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷേ 4 CPM നേതാക്കൾക്കാണ് 5 വർഷം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.